ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം നഗര നവീകരണ പദ്ധതി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം വരെയാണ് നവീകരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലെയും നടപ്പാതകൾ ടൈൽസ് വിരിച്ച് വീതി കൂട്ടി കൈവരികൾ സ്ഥാപിച്ച് കാൽനടയാത്ര സുരക്ഷിതമാക്കും. കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ആഴ്ചയാണ് നിർവഹിച്ചത്. 10 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം, ഏതാണ്ട് 5.5 കോടി രൂപയുടെ സാംസ്കാരിക നിലയം, 5 കോടിയിൽ പരം രൂപയുടെ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് ഏതാണ്ട് 63 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന നമ്മുടെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് നടപ്പാത മനോഹരമാക്കുന്നതോടെ നഗരത്തിന്റെ മുഖഛായ മാറുമെന്നാണ് പ്രതീക്ഷ. റോഡ് കുറുകെ കടക്കാൻ സീബ്ര ലൈനുകൾ ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളിലും കൈവരികൾ സ്ഥാപിക്കും. അഴുക്കുചാലുകൾക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ മാറ്റി ടൈൽസ് വിരിക്കും. മഴവെള്ളച്ചാലുകളിലെ തടസ്സങ്ങൾ നീക്കാനും പദ്ധതിയുണ്ട്. കൈവരികൾ സ്ഥാപിക്കുന്ന ഭാഗങ്ങൾ പൂച്ചെടികൾ സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരിക്കും. യോഗത്തിൽ K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ K. ജാനകി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, കൗൺസിലർ ഫാത്തിമത്ത് സുഹറ, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MG ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.